നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ്. നിങ്ങളാരും സമ്മതിച്ചുകൊണ്ടുമല്ല. എന്താണ്, ആരും സമ്മതിച്ചിട്ടല്ല നിങ്ങൾ വന്നത്, ആണോ? സമ്മതിച്ചിട്ടില്ലെങ്കിലും വരും എന്ന് ഇല്ലേ? ആണോ അല്ലയോ? ആ ഉറപ്പ് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവരിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ്, ആ ധൈര്യമുള്ളപ്പോഴാണ് നമുക്ക് വ്യക്തിത്വം ഉണ്ടാവുന്നത്. നമ്മളൊക്കെ ജനിക്കുമ്പോൾ വ്യക്തികളല്ല അല്ലേ? അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ സമൂഹത്തിലൊരു ഒരു ജീവിയായിട്ട് ജനിക്കുന്നു. പക്ഷെ നമുക്ക് നമ്മുടെ വ്യക്തിത്വം ഉണ്ടാവുമ്പോഴാണ് സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സിറ്റിസൺ എപ്പോഴാവണത്? ഒരു ഇൻഡിവിജ്വല് ഒരു സിറ്റിസണും ആയിട്ട് കുറേ വ്യത്യാസമുണ്ട്. രണ്ടിൻ്റെ അർത്ഥം ഒന്ന് ആലോചിച്ചു. അതിനാണ് വ്യക്തിത്വ വികാസം എന്നൊക്കെ നമ്മൾ പറയാറില്ല അല്ലേ? നമ്മൾ വികസിച്ചിട്ട് നമുക്ക് നമ്മുടേതായ ഒരു വ്യക്തിത്വം ഉണ്ടാവും. ഐ നോ ഹു ആം ഐ. എനിക്ക് എന്താ വേണ്ടതെന്ന് എനിക്കറിയാം എന്ന് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു അവസരം. അതിന് കുറേ ഘടകങ്ങളുണ്ടാവും. അതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഉള്ളിൽ ജീനാണ്. നിർബന്ധമായിട്ടും എൻ്റെ ഉള്ളിൽ അല്ലേ? പിന്നെ അത്യാവശ്യമായിട്ട് വേണ്ടത് ആരാ? ഞാൻ പാതി ദൈവം പാതി എന്ന് കേട്ടിട്ടുണ്ടോ? യെസ്, ഞാൻ പാതി. ആരാ പാതി? ദൈവം. ആരായി ദൈവം? അതാരാ? അതാണ് ചോദ്യം. അപ്പൊ നിങ്ങളൊക്കെ ഇവിടെ വരാൻ കാരണം എന്താ? നിങ്ങൾ പാതി, പിന്നെ ദൈവം പാതി. ആരായി ദൈവം എന്നാ ചോദിക്കും. ദൈവം എന്ന് പറഞ്ഞാൽ എൻ്റെ പൂർവ ആർജിത കൃതം എന്നാണ്. ഞാൻ പണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഗുണമാണ്. അതിനാരൊക്കെ ഉണ്ട്? എൻ്റെ പാരൻസ് ഉണ്ട്. കുറേ വാക്കുകൾ തെറ്റായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ ഭഗവത്ഗീതയുടെ 10-ാം അധ്യായം ഹിന്ദുയിസം മലയാളം എന്ന് പറയുന്ന ചാനലിൽ ഞാനും ലക്ഷ്മിയും തമ്മിലുള്ള ഡിസ്കഷനാണ്. അതിൽ 10-ാം അധ്യായത്തിൽ ദൈവം, ഭഗവാൻ, ഈശ്വരൻ, ഈ വാക്കുകളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ച് ഉപയോഗിക്കാറുണ്ട്. അത് കൃത്യമായിട്ട് വിവരിക്കണം. ഇപ്പൊ ക്ലാസ് തന്നെ അല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ നമ്മൾ ഭഗവാനാണ് കൃഷ്ണൻ, ഭഗവാൻ ഉവാച, ദൈവം ഉവാച എന്ന് പറയാറുണ്ട്. ഞാൻ പാതി ദൈവം പാതി എന്നുള്ളതിന് പകരം ഞാൻ പാതി ഭഗവാൻ പാതി എന്ന് പറയുമോ? ഇല്ല, ദൈവം ദൈവം തന്നെയാണ്. അപ്പോൾ ഭഗവാൻ ദൈവം അല്ലാത്തതുകൊണ്ടാണ്. അതിലും മുകളിലാണ് ഈശ്വരൻ. ഈ ഭഗവാൻ, ദൈവം, ഭഗവാൻ, ഈശ്വരൻ. ഭഗവാൻ ഈശ്വരനാവണമെങ്കിൽ കുറേ മെനക്കെടണം. ആ ഈശ്വരന്റെ ഒരു അവതാരമാണ് കൃഷ്ണൻ ഭഗവാനായിട്ട് വന്നത്. അപ്പൊ ഈശ്വരൻ ആരാ? അതിലും മുകളിലുള്ള ആളാണ്. ഓക്കെ, നമ്മൾ ആ ലെവലിലൊന്നും തൊത്തില്ല. അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. നമുക്കതൊന്നും എത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് എപ്പോഴെങ്കിലും ഒരു തുച്ഛമായിട്ട് ചിലപ്പോഴൊക്കെ ഒരു സ്പാർക്കായിട്ട് വന്നിട്ട് പോകും. ഒരു നിമിഷം നമ്മൾ അങ്ങനെയാവും. അത്രയൊക്കെ ഉണ്ടാവും. അത് ഇടയ്ക്കിടയ്ക്കേ വന്നാൽ ഭാഗ്യവാന്മാർ, ഇത്രയൊക്കെ പറയാൻ പറ്റും. മനസ്സിലായി? അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും നമ്മുടെ പൂർവികന്മാരുടെ കുറേ സ്വത്തുണ്ട്. അതൊന്ന് എൻ്റെ ജീൻ, അതൊന്ന് എൻ്റെ അച്ഛൻ. അപ്പം ഞാൻ നടക്കുന്ന സമയത്തോ ഒക്കെ കൃത്യമായിട്ട്, കഴിഞ്ഞ പ്രാവശ്യം പലതും റിപ്പീറ്റ് ആയിരിക്കും ചിലപ്പോൾ, പക്ഷെ നിങ്ങൾ പുതിയ ആൾക്കാരാണ്. കൊച്ചിയിൽ BTH ആണ് നല്ലൊരു ഹോട്ടൽ. അവിടെ ഭക്ഷണം കഴിക്കാൻ കയറിയ സമയത്ത് ഒരു വയസ്സൻ ഒരാൾ എന്നെ ഇങ്ങോട്ട് വിളിക്കുകയാണ്. ഞാൻ അയാളെ കാണുന്നില്ല, മറ്റൊരാൾ പറഞ്ഞു അയാളെ വിളിക്കുന്നുണ്ടോ. ഞാൻ അടുത്ത് പോയപ്പോൾ അങ്ങനെ എനിക്ക് പരിചയമുണ്ടെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് പരിചയമില്ല. അപ്പോൾ ചിലപ്പോൾ TV യിൽ എവിടെയെങ്കിലും കണ്ടായിരിക്കും, ഇൻ്റർവ്യൂ ഉണ്ട്. അല്ല, അയാൾ എനിക്ക് കൃത്യമായിട്ടാണ്. എൻ്റെ എന്ന് വെച്ച് പയ്യന്നൂരാണോ ചോദിച്ചാൽ നമ്മൾ പയ്യന്നൂരാണ്. ഞാനും പയ്യന്നൂരാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു 80 വയസ്സിനടുത്തായി. അപ്പം എങ്ങനെ ഈ അദ്ദേഹത്തിന് എൻ്റെ പരിചയം? ഞാൻ പയ്യന്നൂർ വിട്ടിട്ട് കുറേ വർഷമായി. അങ്ങനെ ഒരാൾ എന്നെ ഓർമ്മിക്കാനും മാർഗില്ല. കാരണം ആ ശശി അല്ല ഇപ്പോഴുള്ള ഡോക്ടർ TPS, മാറിയിരിക്കുന്നു. അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ എൻ്റെ ഏട്ടൻ്റെ ക്ലാസ്മേറ്റാണ്. ആലോചിച്ച് നോക്കുക, ഏട്ടൻ്റെ ക്ലാസ്മേറ്റിന് എന്നെ അറിയാം. ഏട്ടൻ മരിച്ചിട്ട് 10 വർഷമായി. അപ്പൊ അതിനു മുമ്പ് പറഞ്ഞത് ഉടനെ അയാളുടെ ഭാര്യ പറയാം, ഈ മനുഷ്യനാ കണ്ണ് കാണില്ല എന്നുകൊണ്ട് ഡോക്ടർ എടുത്തുകൊണ്ട് പോയത്. അവിടെ ദൂരെ പോകുന്ന ഒരാളെ എത്ര പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്തത്. മനസ്സിലായോ?
ഈ കണ്ണിനൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന കാഴ്ചയൊന്നുമല്ല. നമുക്ക് ആവശ്യമുള്ളത് കൃത്യമായിട്ട് കാണേണ്ടത് എവിടെ കാണണമെന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം. നമുക്ക് പലതും കഴിവില്ല എന്നൊക്കെ പറയണ്ടല്ലോ. ആവശ്യം വരുമ്പോൾ കഴിവുണ്ട്, ഉണ്ടാവില്ലയോ? നല്ല നടുവേദന എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും അമ്മ മക്കൾ വീഴുമ്പോൾ ഓടാതെ നോക്കി നിൽക്കാറുണ്ടോ? നടുവേദന എന്ന് പറഞ്ഞിട്ട് ഉണ്ടോ? ഇല്ല. ആവശ്യം വരുമ്പോൾ അതൊക്കെ ചെയ്യും. ഈ വയ്യ എന്നൊക്കെ പറയുന്നത് ഒരു വയ്യായികയാണ്, ഒരു ഒഴിവാണ്. നമുക്ക് എന്തും ചെയ്യാൻ പറ്റും, പക്ഷെ അതിനെന്ത് വേണം? ദൃഢനിശ്ചയം വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. ആ എബിലിറ്റി നമ്മളിലുണ്ട്, പക്ഷെ നമ്മൾ സ്ഥിരമായിട്ടില്ല എന്ന് നമ്മളോട് പറയുകയോ നമ്മളെ കൺട്രോൾ ചെയ്യുന്നവരെ നമ്മളോട് പറയുകയോ ചെയ്തുകൊണ്ടിരുന്ന അതിലാണ്. എല്ലാ അച്ഛനും അമ്മമാരും ചെയ്യുന്ന ഏറ്റവും വലിയ മഹാപാപം മക്കളോട് ചെയ്യുന്നത് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാനൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയാൻ അച്ഛൻ ഉണ്ടായിരുന്നില്ല. 4 വയസ്സാകുമ്പോൾ അച്ഛൻ മരിച്ചു. പിന്നെ അമ്മയാണ് പറയേണ്ടത്. നമുക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, കുറേ പിള്ളേരുണ്ട്. ഇതിനിടയിൽ ഓരോ മക്കളെയും നോക്കാൻ പറ്റുമൊന്നുമില്ല. അപ്പോൾ യഥേഷ്ടം നടന്നു എന്നുള്ളതാണ്. പിന്നെ വല്ല വികൃതിയൊക്കെ ആകുമ്പോൾ ആരെങ്കിലും പിടിച്ചു കൊണ്ടുവരും അമ്മയുടെ അടുത്ത്. മഹാവികൃതിയെ, ഇതിനപ്പുറം വികൃതിയൊന്നും ആവാനില്ല. ഓക്കെ, എലിഞ്ഞിപ്പൂ നല്ല ഇഷ്ടമായി, നല്ല മണമുണ്ട് അല്ലേ? ഇപ്പോൾ സ്കൂളിലൊക്കെ ഞങ്ങൾ എലിഞ്ഞിപ്പൂ കൊണ്ടുവരുന്ന ആൾക്ക് ഞങ്ങൾ പുളി കൊടുക്കും. അവൻ്റെ വീട്ടിൽ പുളി ഉണ്ടാവില്ല, എൻ്റെ വീട്ടിൽ പുളിയുണ്ട്. അങ്ങനെ ഓരോന്ന് കൊടുത്തപ്പോൾ അവൻ ഒരു ദിവസം പറഞ്ഞു, എലിഞ്ഞിപ്പൂ പോരാ, ഇനി അതിനേക്കാളും വില പിടിപ്പുള്ള എന്തെങ്കിലും കൊണ്ട് തരണം. ഞാൻ സ്വർണത്തിൻ്റെ ഒരു മാല കൊടുത്തു എലിഞ്ഞിപ്പൂ. അന്ന് വൈകുന്നേരം അവിടെ നമ്മൾ അറിയുന്ന ഫാമിലി ആയതുകൊണ്ട് എല്ലാവരും കൂടി വന്നു, അത് തിരിച്ചു കൊടുത്തു. അന്ന് പോലും അമ്മ എന്നെ അടിക്കുകയോ വഴക്ക് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും ഓർമ്മയുണ്ട്. അമ്മയുടെ പെട്ടിയിൽ നിന്ന് മോഷ്ടിച്ചിട്ടാണ് ഞാൻ അത് കൊടുക്കണത്. ആലോചിച്ച് നോക്കുക. എന്നിട്ട് അമ്മ പറഞ്ഞത്, മോനെ നീ നാളെ നന്നാവുന്ന. എന്താ പറഞ്ഞത്? മോനെ നീ നാളെ നന്നാവുന്നു. ഇന്ന് മോശമാണെന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? ഇത്ര വലിയൊരു മെസ്സേജാണെന്ന് ആലോചിച്ചു അല്ലേ? ഒരിക്കലും വഴക്ക് പറഞ്ഞിട്ട്, വഴക്കൊക്കെ പറയും, പക്ഷെ വഴക്ക് പറയുമ്പോൾ അവസാനം പറയുന്നു, മോനെ നീ നാളെ നന്നാവും. അതൊരു പോസിറ്റീവ് അഫർമേഷനാണ് നമുക്ക് കിട്ടുന്നത്. വലിയ മാറ്റം. ഇന്ന് നമ്മൾ എത്ര പേരങ്ങനെ, എനിക്ക് തന്നെ ചിലപ്പോൾ അങ്ങനെ സാധിക്കാറുണ്ട്. ഇത് ദൈവമാണ്. അത് നമ്മളിൽ കിട്ടുന്ന ഒരു കഴിവുണ്ടല്ലോ അങ്ങനെ തരുന്നത്, അത് ദൈവമാണ്. ആ എബിലിറ്റി നമ്മളിൽ കിട്ടുമ്പോഴാണ് നമ്മൾക്ക് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവും. ആ ധൈര്യം നമുക്ക് എന്തിനു വേണ്ടി, ഇപ്പൊ എല്ലാം ചോദിക്കല്ലോ, എന്തിനു വേണ്ടിയാ ഇത് ചെയ്യണേ, എന്താ വേണ്ടത്, നമുക്ക് എന്താ വേണ്ടത്? 4 കാര്യങ്ങളാണ്, 3 കാര്യങ്ങളാണ് മനുഷ്യന് അത്യാവശ്യമായിട്ട് വേണ്ടത്. എന്താ നമുക്ക് വേണ്ടത്? നിങ്ങളുടെ ഓരോ ആഗ്രഹവും എന്താണെന്നൊന്ന് എഴുതാൻ പറ്റുമോ? ബാക്കിയുള്ള ജീവിതത്തിൽ നമുക്ക് എന്ത് വേണം എന്ന് എഴുതാം. ചുമ്മാ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ലൈഫ് ഏതെങ്കിലും ഒരു ചെറിയൊരു സെന്റൻസോ ഒരു വാക്കായിട്ട് എഴുതാം. ഇതാണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം. ഇതുവരെ ആലോചിച്ചിട്ടില്ല അല്ലേ? ബസ് കയറി കണ്ടക്ടർ എവിടെയാ പോകേണ്ടത് ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറഞ്ഞാൽ എന്ത് പറ്റും? ഇറക്കി വിടുകയില്ലയോ? ഇപ്പൊ ഭഗവാൻ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് വിചാരിക്കാം, ബൈ മിസ്റ്റേക്ക്, ബൈ ചാൻസ്, ബൈ മിസ്റ്റേക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിക്കുക എന്താ വേണ്ടത്? തഥാസ്തു എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് പോവാൻ എന്ത് ചോദിക്കും? എന്ത് ചോദിക്കും? ഇതുവരെ പ്രതീക്ഷിച്ചിട്ടില്ല അല്ലേ? പല അമ്പലത്തിലും പോയിട്ടുണ്ട്, പള്ളിയിൽ പോയിട്ടുണ്ടാവും, കുറേ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ബൈ ചാൻസ് എന്ത് വേണമെന്ന് നിങ്ങൾ പറയും? ഹാപ്പിനെസ്, പിന്നെ കാംനെസ്, പിന്നെ ആരാ കാമാവാണ്ടിരിക്കാൻ പറഞ്ഞത്? കാംനെസ് അങ്ങോട്ട് ഉണ്ടാക്കിയാൽ പോരെ, അയാൾ തരേണ്ടതാണ്. നിങ്ങളങ്ങോട്ട് തീരുമാനിക്കുക കാമാണ്. എന്തേ പറ്റാത്തത് പറയേ. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ക്യാമറ വെച്ചു. ഗുഡ് ഹെൽത്ത്. അതിനെന്ത് ചെയ്യണം? പ്രോപ്പർ ഫുഡ്, മിതം ഭുക്ത്വാ
ശതം ജപ്വാ പദശതം ശനൈ വാമഭാഗേ ശയനസ്യ ഭിഷഗ്യം കിം പ്രയോജനം. നിങ്ങൾക്ക് ഒരിക്കലും ഡോക്ടറെ കാണേണ്ടി വരില്ല. മിതം ഭുക്ത്വാ, കുറച്ചേ കഴിക്കാവൂ, പക്ഷെ കുറച്ച് കഴിക്കണം സമയത്ത്. ശതം ജപ്ത്വാ, നല്ലപോലെ ജപിക്കണം. ജപം എന്ന് പറഞ്ഞ അർത്ഥം രാമ 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 എന്നല്ല. നമ്മൾ ചെയ്ത് ഇതൊക്കെ ജപാണ് എൻ്റെ. കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് ജപം. അത് ഭഗവാനുമായിട്ട് വേണമെന്നില്ല, മനുഷ്യന്മാരടുത്താണ് വേണം. മിതം ഭുക്ത്വാ ശതം ജപ്ത്വാ. അങ്ങനെ കുറേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരാണ് പൊളിറ്റീഷ്യൻസ്. അവർ കണ്ടില്ലേ, എത്ര വയസ്സായാലും ചാവില്ല. ചില പൊളിറ്റീഷ്യൻസ് ഒക്കെ വിചാരിക്കില്ലേ, എൻ്റെ മകൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്കാരാ കർമ്മം ചെയ്യാം. പറഞ്ഞ മനസ്സിലായില്ല അല്ലേ? എൻ്റെ മകൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്കാരാണ് പയാക്ക് ഉറപ്പാ, ഞാൻ ഇപ്പോഴും ചാവാൻ പാടില്ല, എൻ്റെ മകൻ ചത്തായിരുന്നു. അങ്ങനെയൊക്കെയുള്ള പൊളിറ്റീഷ്യൻസ് അത് സ്ഥിരമായിട്ട് സംസാരിക്കുന്നതുകൊണ്ടാണ്. നല്ല പാട്ടുകാരെ കണ്ടിട്ടുണ്ട്. ദക്ഷിണാമൂർത്തിയുടെയൊക്കെ പ്രായം അല്ലേ? ആ പ്രായത്തിലും എന്താ കാണാൻ പറ്റുന്നത്, എത്രത്തോളം നമ്മൾ സംസാരിക്കുന്നു ബ്രീത്തിങ് ടെക്നിക്ക് വരും. അല്ലാതെ ബ്രീത്തിങ് ടെക്നിക്ക് ഒരു മൂക്ക് മറ്റേ മൂക്കല്ല വേണ്ടത്. ഈ ഒരു മൂക്ക് മറ്റേ മൂക്ക് പഠിപ്പിച്ച ആളൊക്കെ ഹോസ്പിറ്റലൈസ്ഡ് ആണ് പലപ്പോഴും. ഈ പഠിപ്പിക്കുന്ന ആളെ ഹോസ്പിറ്റലിലാണ്. അവിടെ ഭഗവാൻ രണ്ട് തന്നിരിക്കുന്ന രണ്ട് ഒരേപോലെ ഉപയോഗിക്കാനാണ്. അത് ഏത് പടച്ചോനാ പറഞ്ഞത് ഇത് മൂക്ക് വെക്ക് പുറത്തണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരാളും പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ആരാ യോഗയുടെ ഏറ്റവും വലിയ അധിപൻ? യോഗാചാര്യനായിട്ട് യോഗാസനൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആരെയാ പ്രാർത്ഥിക്കുക? പതഞ്ജലി. പതഞ്ജലി പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും പതഞ്ജലി സൂത്രത്തില് മൂക്ക് ഒരു മൂക്ക് അടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇതൊക്കെ എന്തെങ്കിലും ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. അപ്പൊ ഇന്നലെ ഞാൻ ഡോക്ടർ സുജിയും രേണുകയുണ്ടായിരുന്നു. അപ്പൊ പറയായിരുന്നു ഇങ്ങനെ, കുളിക്കുമ്പോൾ ഏത് ഭാഗത്ത് ആദ്യം വെള്ളം ഒഴിക്കേണ്ടത്? അപ്പൊ ആരോ ഇവിടെ ഒഴിക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി കുളത്തിൽ ചാടുന്നവരൊക്കെ എന്ത് ചെയ്യണം? നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് കൈകൊണ്ട് ഇങ്ങനെ ആക്കിയിട്ടാണ് അവിടെ മുങ്ങുക അല്ലേ? അപ്പൊ ഏതോ ഒരു മഹാൻ പറഞ്ഞിട്ട് ഇവിടെയാണ് ഒഴിക്കേണ്ടത്. ഇവിടെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഒഴിക്കാം, ആണോ അല്ലയോ? ഇനിയിപ്പോൾ ഇവിടെ ഒഴിക്കണം എന്ന് വിചാരിച്ചിട്ട് വളരെ ഷവർ ഇങ്ങനെ എടുക്കുമ്പോൾ തലയിൽ വീണ് പോയാലോ? എൻ്റെ ഭഗവാനെ, ഇന്ന് കുളി ശരിയായില്ല. വെള്ളത്തിൽ ഇറങ്ങാതെ എങ്ങനെയാ കുളിക്കുക? കുളത്തിലല്ലേ പണ്ട് കുളിക്കുക. ഏറ്റവും നല്ല കുളി കുളത്തിലാണെന്നാണ്. എസ് ഓർ നോ? കുളം ആൾക്കാരെ ശുദ്ധമാക്കുന്ന സ്ഥലമാണല്ലോ. അപ്പൊ ഈ ക്ലാസ് എന്താക്കണം? ഞാൻ കൊളാക്കണം. അല്ല, മലയാളത്തിന്റെ അർത്ഥം ആലോചിച്ച് നോക്കണം. ക്ലാസ് കൊളാക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ, അപ്പൊ ക്ലാസ് കൊളാക്കല്ലേ വേണ്ട? ഞാൻ ആലോചിച്ചിട്ടില്ല ഇങ്ങനെ. ഇപ്പൊ മിതം ഭുക്ത്വാ ശതം ജപ്ത്വാ പദശതം ശനൈ. ശനൈ എന്ന് പറഞ്ഞാൽ പട്ടി എന്നാണ്. പട്ടി നടക്കുന്നത് പോലെ നടക്കും. പട്ടി പതുക്കെ നടക്കുള്ളൂ. ആരാ പറഞ്ഞു ഓടണമെന്ന്? ഈ ഓടുന്നത് ആരാ പറഞ്ഞിട്ടുള്ളതെന്നറിയോ? ഹോസ്പിറ്റലിന്റെ ഓണേഴ്സാണ്. നിങ്ങൾ ഓടിയാലേ വീഴുള്ളൂ, അപ്പോഴേ ഹാർട്ട് അറ്റാക്ക് വരുള്ളൂ. അതിവ്യായാമ മതക്കാസോ ജ്വര ഛർദിശ്ച ജായതേ ഹൃദയാദ്യുപരോധശ്ച. അതിവ്യായാമം ചെയ്താൽ നിങ്ങൾക്ക് ഹൃദയ അറ്റാക്ക് ഉണ്ടാവും, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും. നമുക്ക് പറ്റുന്ന പണിയേ ചെയ്യാവൂ. ഇന്നലെ മിഞ്ഞാന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന സമയത്ത് ഒരാൾ ട്രെയിൻ മിസ്സാവുന്നിട്ട് ഓട്ടിപ്പോയി. കിട്ടിയില്ല, വിട്ടുപോയി. അവനവിടെ ഇരിക്കണ്ടായിരുന്നു, അവന് പറ്റുന്നില്ല. ആ പ്രായത്തിലൊക്കെ കൊള്ളാം. ഈ പ്രായത്തിലൊക്കെ അങ്ങനെയാണെങ്കിൽ നേരെ ഹോസ്പിറ്റലിൽ പോയി. ട്രെയിൻ പോയാൽ പോട്ടെ, നല്ല പ്രശ്നമുണ്ട്. ട്രെയിൻ പോയാൽ ഉണ്ടോ? ടെൻഷനാണ്. അതിവ്യായാമം. വ്യായാമം വേണം, പക്ഷെ അധികമായാൽ ടെൻഷൻ കൂടും. അതുകൊണ്ടാണ് നല്ല മോർണിംഗ് വാക്കിനൊക്കെ പോയിട്ട് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം തരും. അടുക്കളയിൽ പോകാനുള്ള ആരോഗ്യമില്ല, അവിടെ എത്താനുള്ള ആരോഗ്യമുള്ളൂ കട്ടി. ബാക്കിയൊക്കെ ആൾക്കാർ വേണം, സർവൻ്റ് വേണം, വേണ്ടേ? നമ്മളങ്ങനെ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ദ മോർ യു ബിക്കം റിച്ചർ, ദ യു ബിക്കം മോർ ആൻഡ് മോർ ഡിപ്പെൻഡൻറ്റ്. അതാണ് നമ്മുടെ കുഴപ്പം. നമ്മൾ എത്ര ഇൻഡിപെൻഡൻ്റ് ആവുന്നോ അതാണ് നമ്മുടെ ഭാഗ്യം. അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അതല്ലെങ്കിൽ
ബിഷക്കിം കിം പ്രയോജനം എന്നാണ്. എനിക്ക് ഡോക്ടറെ കൊണ്ട് ഒരു ഗുണമില്ല, എന്നുവെച്ചാൽ അസുഖമില്ല എന്നല്ല അർത്ഥം അല്ലേ? ഇപ്പം എല്ലാ കുട്ടികളെയും കാണുമ്പോൾ എത്ര പേർക്ക് ഡോക്ടറാണെന്ന് പറയുമ്പോൾ കുറേ പേര് കൈപ്പൊക്കും. ബയോളജി പഠിക്കുന്നവർക്ക് എല്ലാവരും ഡോക്ടറാണ്. അടുത്ത എൻ്റെ ചോദ്യം എത്ര പേർക്ക് രോഗികളാവണമെന്നാണ്. എല്ലാവരും കൈതാക്കും. നിങ്ങൾക്ക് ഡിമാൻഡേ ഉണ്ടാവില്ല, രോഗികൾ ഉണ്ടായാലേ പറ്റുള്ളൂ. കുറച്ച് പേരെങ്കിലും രോഗികളാവൂ പ്ലീസ്. ആർക്കും രോഗികളാവണ്ട, പക്ഷെ ഏറ്റവും നല്ല ബിസിനസ് അല്ലേ? ഇത്ര ഹോസ്പിറ്റൽസ്. തിരുവനന്തപുരത്ത് ഒരു മെഡിക്കൽ കോളേജ് കൂടി വരാൻ പോകുന്നതാണ്. ഒരു മന്ത്രിസഭ മാറുമ്പോൾ അടുത്ത മന്ത്രിസഭ വരുമ്പോൾ പുതിയ മെഡിക്കൽ കോളേജ് വരുമല്ലോ അല്ലേ? ആരാ പറഞ്ഞത് മെഡിക്കൽ കോളേജുകളും ഹോസ്പിറ്റൽസും ഇല്ലാത്ത ഗ്രാമമാണ് എൻ്റെ സ്വപ്നം? മഹാത്മാഗാന്ധിയാണ്. ഗ്രാമഗീത എന്ന് പറഞ്ഞൊരു ഗീത അദ്ദേഹത്തിന്റെ അല്ലാതെ അദ്ദേഹമാണ് മാർക്കറ്റ് ചെയ്തത്. ഗ്രാമസങ്കല്പം ഉണ്ടല്ലോ മഹാത്മാഗാന്ധിയുടെ, ആ ഗ്രാമസങ്കല്പം ശരിക്കും അദ്ദേഹം എടുത്തത് തുക്കടാജി മഹാരാജ് എന്ന് പറയുന്ന ഒരാളത്താണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? കേട്ടില്ലല്ലോ? തുക്കടാജി മഹാരാജ് അമരാവതി, മഹാരാഷ്ട്രയിൽ ഒരു അമരാവതി ഉണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ പോയി താമസിച്ചിട്ടുണ്ട്. അവിടെ മഹാത്മാഗാന്ധി താമസിച്ച് പഠിച്ചതാണ് എന്ത് ഗ്രാമരാജ്യം എന്ന കൺസെപ്റ്റ്. അദ്ദേഹത്തിന്റെ മറാഠിയിലുള്ള പുസ്തകമാണ് തുക്കടാജി മഹാരാജന്റെ. അവിടെ ഇപ്പോഴും സോപ്പിന് പകരം മണ്ണാണ് ഉപയോഗിക്കുന്നത്. പണ്ട് നമ്മളൊക്കെ പാത്രം കഴുകാൻ മണ്ണ് ഉപയോഗിച്ചിരുന്നു അല്ലേ? ഇപ്പം അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയ മണ്ണ് എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. ഞാൻ ചെറിയൊരു ഗ്രാമത്തിൽ നിന്നാണ്, നടുവിൽ എന്നാണ് എൻ്റെ ഗ്രാമത്തിൻ്റെ പേര്. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ അല്ലേ? ചെറിയ ഗ്രാമം, ചുറ്റും മലകളുള്ളത് കൊണ്ടാണ് നടുവിൽ എന്ന പേര്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ കൃത്യമായിട്ടും ഒരു ഗ്രാമത്തിൽ എങ്ങനെ ജീവിക്കുന്നു അങ്ങനെ ജീവിച്ച് വളർന്നുകൊണ്ട് ഇപ്പൊ എവിടെയും എങ്ങനെയും ജീവിക്കാൻ. ആ ചെറുപ്പത്തിലുള്ള ആരോഗ്യമാണ്, ആ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുള്ള ഭക്ഷണമാണ്. അമ്മാവൻ വൈദ്യരായിരുന്നു. അപ്പോൾ നല്ലപോലെ മരുന്നുണ്ടാക്കുന്ന സമയത്ത് താഴത്ത് അടിഞ്ഞുകൂടുന്ന സാധനത്തിന് കൽക്കം എന്നാണ് പറയുന്നത്. കേട്ടിട്ടുണ്ടോ അല്ലേ? കൽക്കം വേസ്റ്റാണ് ശരിക്കും, പക്ഷെ ആ കൽക്കമാണ് ഈ മരുന്നിൻ്റെയൊക്കെ എസൻസ്. അപ്പം ഞാൻ ഇഷ്ടം പോലെ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുള്ള ഒരു സാധനമാണ് കൽക്കം. അപ്പം ചെറുപ്പത്തിൽ നമ്മൾ എന്ത് കഴിക്കുന്നു എന്നനുസരിച്ചിട്ടാണ് നമ്മുടെ ആരോഗ്യം. എന്നാലും വയ്യായികൾ ഉണ്ടാവും, കുറച്ച് പാരമ്പര്യമായിട്ട് കിട്ടുന്ന അസുഖങ്ങളൊക്കെ. അപ്പം ആ അസുഖങ്ങൾ ഉണ്ടാവുമ്പോഴേ നമ്മൾ അമ്മയെന്ന് വിളിച്ചു പോകും അല്ലേ? അപ്പം അത് തന്നിട്ടുണ്ട്. അതൊഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും കഴിഞ്ഞ 10-45 വർഷമായിട്ട് ഡോക്ടേഴ്സിനെ കാണാത്തതാണ്. ഒരു അസുഖം ഉണ്ടാവില്ല. എന്നാൽ എല്ലായിടത്തും ഇങ്ങനെ തെണ്ടി നടക്കണമുണ്ട് ഇല്ലേ? വീട്ടിൽ വെറുതെ ഇരിക്കലല്ലോ ചെയ്യണത്, എവിടെയാണോ അവിടെ അതുപോലെ ഇങ്ങനെയാണ്. അതെന്താ കാരണം എന്ന് വെച്ചാൽ ശരീര മനസ്സോയോഗ, ശരീര മനസ്സോയോഗ പരസ്പരമനുവ്രജേത്. ശരീരവും മനസ്സും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കണം? അന്യോന്യം ബന്ധപ്പെട്ടിരിക്കണം. ഏതുപോലെ? ആധാര ആധേയ ഭാവേന തപ്താജ്യ കടയോരിവ. നല്ല ഒരു പാത്രത്തിൽ ചൂട്, ചെമ്പ് പാത്രം എന്ന് വിചാരിക്കുക. പണ്ട് പാത്രം എന്ന് പറഞ്ഞാൽ മെറ്റൽ പാത്രങ്ങൾ. അതിൽ നല്ല ചൂടുള്ള എണ്ണ ഒഴിച്ചാൽ പാത്രം ചൂടാവും. നല്ല തണുപ്പുള്ളത് ഒഴിച്ചാലോ പാത്രം നിൽക്കും. ശരീരവും മനസ്സും അതുപോലെയാണ്. മനസ്സ് ചൂടായാൽ ശരീരം ചൂടാവും, ശരീരം ചൂടായാൽ മനസ്സ് ചൂടാവും. ഇപ്പം നിങ്ങൾക്ക് ആർക്കും തലവേദന ഉണ്ടാവില്ല, പക്ഷേ എൻ്റെ ക്ലാസ്സൊക്കെ കേട്ടിട്ട് ഒരു സുഖമില്ലാന്ന് തോന്നിയാൽ അപ്പം തലവേദന വരും. ഇനി നല്ല തലവേദന ഉള്ള ഒരാൾ വന്നു എന്ന് വിചാരിക്കാം, ഓടി കത്തിച്ചിവിടെ ലാസ്റ്റ് വന്ന് വൈകിയാണ്. വൈകി വന്നാളെ വൈകാന്ന പേര് അല്ലേ? അല്ലേ മോളിങ്ങോട്ട് വാ. വൈകിയാണ്. ഞാൻ വൈകിയെ നിങ്ങളുടെ ഗ്രൂപ്പിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വൈകിയുടെ ഇന്നത്തെ ന്യൂസ് റീഡിങ് നമ്മൾ പരിചയപ്പെട്ടിട്ട് എത്ര ദിവസമായി വൈക? 1 മാസം. ഇന്ന് ഒറ്റക്കാണോ വന്നത്? അവിടെ ഇയാൾ 10ാം ക്ലാസ് വരെ സാധാരണ സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ക്യാമ്പ് അറ്റൻഡ് ചെയ്തത്. അപ്പോൾ കൺഫ്യൂഷൻ ആയിരുന്നു, സാധാരണ സ്കൂളിൽ പോകണോ അല്ല വീട്ടിൽ പഠിച്ചാൽ മതിയോ? ഒന്ന് സ്കൂളിൽ പോയിട്ട് വലിയ കാര്യമൊന്നും പഠിക്കാനുണ്ട്, വീട്ടിൽ പഠിച്ചാൽ മതി.
അപ്പോൾ 11ഉം 12ഉം വീട്ടിലിരുന്ന് പഠിക്കാൻ. ഹോം സ്കൂളിംഗ് ആണ് 11th and 12th. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ആലപ്പുഴയിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത പരിപാടി ചാലക്കുടി ഉണ്ടായിരുന്നു. ഓടി അവിടെ എത്തി, ഇപ്പോൾ ഇവിടെ എത്തി. ഇതാണ് ഹോം സ്കൂളിംഗ്. ഇന്ന് എൻ്റെ അടുത്തുണ്ട് കുറേ പേര്, സ്കൂളിൽ ഒരു ദിവസം നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ യാത്ര ചെയ്ത് ഇവിടെ വരെ വന്നാൽ ക്ഷീണമായാൽ നാളെ എന്ത് ചെയ്യും, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസാണ്. ആരാ ഉണ്ടാക്കണേ? കുട്ടിക്ക് പറ്റില്ലല്ലോ, അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇവള് ഭാഗ്യവതിയാണ്. കാരണം എന്താ, സപ്പോർട്ട് ചെയ്യുന്ന അച്ഛനും അമ്മയും ഉണ്ടെന്നുള്ളത്. ആലപ്പുഴയുള്ളപ്പോൾ എന്നെ കണ്ടിട്ടേ ഇല്ല അച്ഛനും അമ്മയും. കണ്ടോ? ഇല്ല. പക്ഷെ അവള് എൻ്റെ ക്ലാസ്സിൽ കഴിഞ്ഞിട്ട് തിരിച്ചു പോയപ്പോൾ അച്ഛനോടും അമ്മയോടും പറഞ്ഞു ഹോം സ്കൂളിംഗ് ആണെന്ന്. പറഞ്ഞു ഇല്ലയോ? പിന്നെ ഞാൻ എറണാകുളത്ത് ഒരു പ്രോഗ്രാമിന് വന്നപ്പോൾ അച്ഛനും അമ്മയും വന്ന് എന്നെ കണ്ടു. അതാണ്ടായത്. ഓക്കെ, ഇപ്പൊ കൊടുത്തതിൽ ഏറ്റവും നല്ല എൻജോയ്മെന്റ് ഉള്ള കാര്യമല്ലേ ചെയ്യണത്? ജീവിതത്തിൽ പ്രതീക്ഷിച്ചോ ഇങ്ങനെയൊക്കെ ന്യൂസ് വായിക്കുന്നു? ഇന്റർനാഷണൽ ന്യൂസ് റീഡേഴ്സ് വായിക്കുന്നത് പോലെ ഇവള് വായിക്കും. ഒരു അസൈൻമെന്റ് കൊടുത്തിട്ടുള്ളൂ. എന്താ? ന്യൂസ് വായിക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ റേഡിയോയിലും ടി വിയിലൊക്കെ കാണുന്നത് പോലെ പ്രസന്റ് ചെയ്യണം. ആ സ്റ്റൈലിൽ എന്തൊക്കെ പഠിച്ചു? അപ്പോൾ കറണ്ട് അഫയേഴ്സ് പഠിച്ചു, പിന്നെന്ത് പഠിച്ചു? ഇംഗ്ലീഷ് റീഡിങ് പഠിച്ചു, ഓരോ വാക്കുകളുടെയും അർത്ഥം പഠിച്ചു, പിന്നെ ജിയോഗ്രഫി പഠിക്കും. അങ്ങനെ ന്യൂസ് നടക്കുന്ന പല സ്ഥലത്തും അല്ലേ, അത് മാപ്പ് വെച്ച് കണ്ടുപിടിച്ചാൽ എന്ത് പഠിച്ചു? ജിയോഗ്രഫി പഠിച്ചു. എത്ര എത്ര ചോദ്യങ്ങൾ ഒരു ദിവസം ഉണ്ടാവും എന്നറിയോ? ആ ചോദ്യങ്ങളാണ് പഠനം. ഗുഡ്. ഓക്കെ, മനസ്സിലാവുണ്ടോ? ആലപ്പുഴയിൽ എൻ്റെ കൂടെ പങ്കെടുത്ത മിക്കവാറും നീറ്റും ജെഇയും ഒക്കെ എഴുതുന്നവരാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ്. എഞ്ചിനീയറിങ്ങിന് പോകുമ്പോഴും മെഡിക്കൽ കോളേജിൽ പോകുമ്പോഴും എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ബിഫോർ ഗ്രാജുവേഷൻ, പ്രിപ്പറേഷൻ ബിഫോർ ഗ്രാജുവേഷൻ ആണ് പ്രോഗ്രാമിൻ്റെ പേര്. 10ാം ക്ലാസ്സുകാർ എന്തിനാണ് വന്നത്? ബിഫോർ ഗ്രാജുവേഷൻ അല്ലേ? 12 കഴിഞ്ഞ് വന്നാൽ പോരെ? ഞാൻ പറഞ്ഞു അല്ല, 12 കഴിഞ്ഞ് എവിടെ പോകണമെന്ന് എപ്പോൾ തീരുമാനിക്കണം? 10ൽ കയറുമ്പോൾ തീരുമാനിക്കും. ഗ്രാജുവേഷൻ കഴിഞ്ഞ കുട്ടിയോട് എന്തുകൊണ്ട് ഇനി എന്ത് ചോദിക്കും ഉത്തരം പറയാൻ പറ്റാത്തത്? അല്ലേ? ഞാൻ നിങ്ങളോട് എഴുതാൻ പറഞ്ഞത് ജീവിതത്തിൽ എന്താവണമെന്നല്ലേ? ഇത് എപ്പോൾ ചോദിക്കണം? ചെറുപ്പത്തിൽ ചോദിക്കണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കേ മാറ്റണം. ഞാൻ ക്യാമ്പ് നടത്താറുണ്ട് എൻ്റെ നാട്ടിൽ. പഴയൊരു തറവാടാണ്, 10-200 വർഷം പഴക്കമുള്ള ജ്ഞാനം എന്ന് പറയുന്ന സ്ഥലം. ഈ ജൂലൈ ഓഗസ്റ്റിലാണ് ഏറ്റവും തിരക്കുള്ള സമയം. ഗൾഫിൽ നിന്നുള്ള എല്ലാവരും വരും. ഇപ്പം നിർത്തി, 2013 മുതൽ 18 വരെ. അവിടെ കുട്ടികളോട് ഇത് 2015, 2020 ആകുമ്പോൾ നിങ്ങൾ ഇവിടെ ഉണ്ടാവും, 25 ആകുമ്പോൾ ഇവിടെ ഉണ്ടാവും, 30 ആകുമ്പോൾ ഇവിടെ ഉണ്ടാവും, 40 ആകുമ്പോൾ ഇവിടെ ഉണ്ടാവും. ഒരു ഗ്രാഫ് വരയ്ക്കാൻ പോകും. എന്നിട്ട് 2045 30 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കാണുകയാണെന്ന് വിചാരിക്കുക. ഡോക്ടർ TPSനെ എൻ്റെ പഴയ സ്റ്റുഡൻറ്റ് കാണുകയാണ്. +2 കഴിഞ്ഞ അല്ലെങ്കിൽ +1 കഴിഞ്ഞ അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് മോനോ മോളോ എന്നെ കാണുകയാണ്. ആ സമയത്ത് അതുവരെയുള്ള കഥ പറയണം. അതാണ് ഒരു ഡ്രാമ. മനസ്സിലാവുന്നു? അപ്പൊ എന്ത് ചെയ്യും? അവരിവിടെ വന്നിട്ട് ഞാൻ ഇന്ന കോളേജിൽ പഠിക്കും എന്നല്ല പറയേണ്ടത്. എന്താണ് പറയേണ്ടത്? മനസ്സിലായോ? പാസ്റ്റ് ടെൻസ് ആയിട്ട് പറഞ്ഞിട്ട് ഞാൻ അപ്പോഴൊക്കെ കാണാൻ പ്രതീക്ഷിച്ചിരുന്നു, അന്ന് ഞാൻ വിളിച്ചത് ഓർമ്മയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ പേടിച്ചു. അപ്പൊ ഇങ്ങനെ കഥകൾ എഴുതും. അപ്പോൾ ഒരു കുട്ടി എഴുതിയത്, ഞാൻ JEE അടിക്കും, IIT പോവും, കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലി കിട്ടും, എന്നിട്ട് കുറേ ശമ്പളം കിട്ടും, ഫ്ലാറ്റ് മേടിക്കും, വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ എൻ്റെ കൂടെ താമസിക്കും, ഞാൻ വിവാഹം കഴിക്കും. ഒരു 30 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ സ്പോർട്സ് ബാർ തുടങ്ങും. എന്തിനോട് 30 കൊല്ലം വെയിറ്റ് ചെയ്യണ സ്പോർട്സ് ബാർ തുടങ്ങാൻ ഇപ്പം തന്നെ തുടങ്ങിക്കൂടെ? ഇപ്പം അച്ഛൻ്റെയും അമ്മയുടെയും കാശല്ലേ, അവരുടെ സമ്മതം വേണ്ടേ? അല്ല, കുറേ കാശ് കിട്ടിയാലോ അച്ഛൻ്റെ അമ്മയുടെ സമ്മതം വേണ്ടേ? ചിലപ്പോൾ സമ്മതിക്കും, സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ 45 വരെ വെച്ചത്, 40-ലല്ല പറഞ്ഞത്. അതെന്താ 45 വരെ? അല്ല, 45 ആകുമ്പോൾ രണ്ടുപേരും ചത്തോളും. മനസ്സിലാവുണ്ടോ? മക്കളുടെ ബുദ്ധിയെ നമുക്കൊന്നും ഈ ബുദ്ധി ഉണ്ടായിട്ടില്ല. അച്ഛനും അമ്മയും എപ്പോഴാ മരിക്കാന്ന് തീരുമാനിച്ച ഇപ്പൊ ആലോചിക്കുന്നത് ഇയാളെപ്പോഴാ ചാവുക ആലോചിക്കണം. അങ്ങനെയുള്ള മക്കളാ കൂടെ ജീവിക്കുന്നുണ്ടാവും. നമ്മളെന്ത് ചെയ്യും? എൻ്റെ അടുത്തുണ്ട് റെക്കോർഡ് വെർഷൻസ്. അയച്ചാളൊരു ഡിലീറ്റ് ചെയ്തു, പക്ഷെ ഞാൻ ഫോർവേഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യം വരും ഡിലീറ്റ് ചെയ്യുന്നൊക്കെ നമുക്കറിയാം, ചില മെസ്സേജുകളൊക്കെ. ആ കഷ്ടം. ഇപ്പൊ നമുക്ക് മക്കളെ വഴക്ക് പറയാൻ വയ്യ, ഇങ്ങനെ ചെയ്യണമെന്ന് പറയാൻ വയ്യ.
ആരോഗ്യം, യെസ്, പറഞ്ഞത് കറക്റ്റാണ്, കൊടുക്കാൻ പറ്റും. അത് എന്തിൻ്റെ ആരോഗ്യം ആവരുതെന്ന് പറയാൻ അത്രയും പറഞ്ഞത് ഞാൻ. ശാരീരികമായ ആരോഗ്യമല്ല, അതിനേക്കാളും അത്യാവശ്യമാണ് മാനസികാരോഗ്യം. അതിനേക്കാളും അത്യാവശ്യമാണ് സാമൂഹികമായ ആരോഗ്യം. സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം. ശാരീരികമായ ആരോഗ്യം വേണം, പക്ഷെ എനിക്ക് സമൂഹ ജീവിയായിട്ട് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് പറ്റും? എല്ലാ ദിവസവും വഴക്കായി, അയൽവാസിയായിട്ട് വഴക്കുണ്ടാവും അല്ലേ? ഓഫീസിൽ പോയാൽ വഴക്കായിരിക്കും, ബസ് കയറിയാലും വഴക്കാക്കുന്ന ആൾക്കാരുണ്ടാവും ഇല്ലേ? എവിടെ പോയാലും പ്രശ്നം ഉണ്ടാക്കുന്ന എത്ര പേരെ കാണാം നമുക്ക്. എല്ലാവരും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും പെരുമാറണമെന്നില്ല, പക്ഷെ അവിടെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ അറിയും. ഏത് ശതം ജപ്ത്വ പദശതം ശനൈ. പദശതം ശനൈ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, വാമഭാഗേ ശയനസ്യ, ഇടത്തോട്ട് തിരിഞ്ഞ് കിടക്കണമെന്നാണ്. നിങ്ങൾ ഇനി നല്ലപോലെ ഭക്ഷണം കഴിച്ചിട്ടോ അല്ലെങ്കിൽ വിശന്നിട്ടോ എങ്ങനെ കിടന്നാലും കുഴപ്പമില്ല, ഒന്ന് ഇടത്തോട്ടും തിരിഞ്ഞ് കിടന്നു നോക്കുക, ഒന്ന് വലത്തോട്ടും തിരിഞ്ഞ് കിടന്നു നോക്കുക, ഏതാണ് സുഖം എന്ന് അനുഭവിക്കുക. കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാത്തതിനാൽ അവർക്ക് മനസ്സിലാവും ഇടത്തോട്ടാണ് നല്ലത്. ഹൃദയഭാഗവും ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഫൈൻ എന്ന് വെച്ചിട്ട് ഇപ്പൊ അടികൂടരുതേ കൂടെ കിടക്കുന്ന ആളുമായിട്ട്. വാമഭാഗേ ശയനസ്യ ബിഷ ഗിം കിം പ്രയോജനം. ഡോക്ടറെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല. ഇതിന്റെ ഒരു തുമ്പ് കിട്ടിയാൽ ബാക്കി വെച്ചിട്ട് ഡോക്ടർ TPS നടിച്ച ഇതൊക്കെ ഉണ്ടാവും, എവിടെയെങ്കിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. നിതം ഭുക്ത്വ ഡോക്ടർ TPS നടിച്ച് ചിലപ്പോൾ ഇത് കാണും. ഓക്കെ. അതുപോലെ ഇന്ത്യൻ മെഡിക്കൽ കോഡ്സ് ഡോക്ടർ TPS കുറേ പഴയ ശ്ലോകങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. ആരോഗ്യപരമായ ജീവിതത്തിന് എന്തൊക്കെയാ വേണ്ടത്. പിന്നെ ഏറ്റവും അത്യാവശ്യം വേണ്ടത് നമുക്ക് എന്താവണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അല്ലേ. ഇപ്പൊ എന്താവണം എനിക്ക്, അതെങ്ങനെ തീരുമാനിക്കാം. അതാണ് ഇയാളിപ്പോൾ എനിക്ക് കൊണ്ടു തന്ന ട്രാഫിക് പോലീസ്. ഞാൻ വിചാരിച്ചു ട്രാഫിക് പോലീസ് എന്തോ പ്രശ്നം ഉണ്ടാക്കണം. ഇന്നലെ പറഞ്ഞു, അത് ഓർത്തില്ല പെട്ടെന്ന്. ഏറ്റവും നല്ല ജോലി ഏതാണ്? അപ്പോൾ ഒരു ചെറിയ പയ്യൻ പറഞ്ഞു എനിക്ക് ട്രാഫിക് പോലീസ് ആണെന്ന്. അതാണ് ഇന്നലെ ഡോക്ടർ രേണുക പറഞ്ഞത്. അപ്പോൾ ട്രാഫിക് പോലീസിന് വല്ല പവറല്ലേ അല്ലേ? സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ അവർ സ്റ്റോപ്പ് ചെയ്യും അല്ലേ? ആണോ അല്ലയോ? ഇനി അച്ഛൻ ട്രാഫിക് പോലീസ്, മകൻ കാണുകയാണ് കുറേ ദൂരത്തുനിന്ന്. ഇത് കണ്ട ഡാൻസ് കളിക്കുന്ന പോലെ തോന്നില്ലേ അല്ലേ? ആണോ അല്ലയോ? അപ്പോൾ പറഞ്ഞു ഇതെന്താ റോട്ടുമേലൊന്ന് ഡാൻസ് കളിക്കണ പോലെയാണല്ലോ, നാണക്കേട്. എസ് ഓർണോ? പിന്നെ അത്യാവശ്യം എവിടെയെങ്കിലും പോകണം തോന്നിയാൽ പറ്റുമോ ട്രാഫിക് പോലീസ്? എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് പോകാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ഇത്രയും ഫ്രീഡം ഇല്ലാത്ത വേറൊരു ജോലി. എല്ലാ ഭാഗത്തൊന്നും ഹോണടിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം. മിക്കവാറും ട്രാഫിക് പോലീസുകാർക്ക് കുറച്ചു കാലം കഴിയുമ്പോൾ ചെവി വെക്കില്ല. കണ്ടിന്യൂസ് സൗണ്ടാണ് അല്ലേ? കണ്ടിന്യൂസ് സൗണ്ടിലെടുത്ത് ജീവിച്ചാൽ പിന്നെ ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല. അയാൾ പറഞ്ഞത് എല്ലാവരും കേട്ടിട്ട് എന്താ കാര്യം? നമ്മൾ ആരും പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ട്രാഫിക് പോലീസ് ഇങ്ങനെ നോക്കുമ്പോഴാണ് ഒരാൾ പോസ്റ്റ്മാൻ ഇങ്ങനെ പോകണമാണ്. എന്ത് നല്ല ജോലിയായി ഇങ്ങനെ നടക്കാം, ഓരോരാളുടെ വീട്ടിൽ പോവാം. അപ്പോൾ ഇയാൾ ആഗ്രഹിക്കുകയാണ് എന്താവണമെന്ന്, പോസ്റ്റ്മാൻ ആണ്. അപ്പോൾ പോസ്റ്റ്മാൻ്റെ ജീവിതം അനുഭവിക്കാമല്ലോ, എന്ത് കഷ്ടപ്പാടല്ലേ. ചില വീട്ടിലൊക്കെ പോകുമ്പോൾ പട്ടി കടിക്കാൻ വരും. എസ് ഓർമ്മ. എന്നിട്ട് എല്ലാ ദിവസവും കൊടുക്കാൻ പറ്റാത്ത ലെറ്ററൊക്കെ എൻട്രി ചെയ്തിട്ട് വെക്കണം. അറിയോ അത് പോസ്റ്റ്മാൻ്റെ ജോലി? അറിയോ? ഏതൊക്കെ ലെറ്ററുകൾ ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ലയോ അതൊക്കെ എഴുതണം. എൻ്റെ ഒരു ക്ലാസ്മേറ്റ് പോസ്റ്റ്മാൻ ആയിരുന്നു. അവനെന്തോ അബദ്ധത്തിലൊരു ലെറ്റർ ആർക്കോ കൊടുത്തു, അത് മിസ്സായി, അയാൾ കേസ് കൊടുത്തു, എൻ്റെ ജോലി. ഇപ്പൊ പെൻഷൻ ഇല്ല. അപ്പൊ കോടതി പോയപ്പോൾ അവനോട് ചോദിച്ചാൽ എന്തേത്? അപ്പൊ ആരോ ഒരു അഡ്വക്കേറ്റ് പറഞ്ഞു ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ മതി. ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ മതി. ചിലപ്പോ കോടതി ഇങ്ങനെ അഡ്വക്കേറ്റ് പറഞ്ഞു കൊടുത്തത്. പാവം, ഇവന് ബോധവും ബുദ്ധിയൊന്നുമില്ല. അപ്പൊ ജഡ്ജി ചോദിച്ചു എന്തേ ഇന്ന ഒരു സംഭവം അങ്ങനെ ചെയ്തു? എനിക്ക് ഓർമ്മയില്ല. എല്ലാത്തിനും ഓർമ്മയില്ല. ഉടനെ ചോദിച്ചതിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാന്ന് ചോദിച്ചു. കറക്റ്റായിട്ട് പറഞ്ഞു. അപ്പൊ ഇത് ഓർമ്മയുണ്ടല്ലേ എന്ന്. എപ്പോഴാ പെൻഷൻ ആവേണ്ടത് അതും പറഞ്ഞു കറക്റ്റ്. അപ്പൊ അതും ഓർമ്മയുണ്ട്. പെനാൽറ്റി അടുപ്പിച്ചാതെ പെൻഷൻ ഇല്ലാണ്ടാക്കി. എല്ലാ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് അല്ലേ? അവസാനം ഇങ്ങനെ അന്വേഷിച്ച് കണ്ടിട്ട് അവസാനം അയാൾ തീരുമാനിക്കുകയാണ് ട്രാഫിക് പോലീസാണ് ഏറ്റവും നല്ല പണി, ആരെയും പിടിച്ചു നിർത്താൻ പറ്റും. തുടങ്ങിയത് എവിടെയാ? വേറെ കുറേ ജോലികളൊക്കെ പോയിട്ട് തിരിച്ചെവിടെ എത്തി? അപ്പൊ നമ്മുടെയൊക്കെ വിചാരം നമ്മൾ വേറെ ആരെങ്കിലും ആയാൽ കുറച്ചും കൂടി നന്നാവാന്നാണ്. ഒരു കാര്യമില്ല. നമ്മൾ ഏറ്റവും നന്നാവുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്.